ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ മൂന്നാം ഘട്ട നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഹമാസ് അവരുടെ കയ്യിലുള്ള മൂന്നോളം ബന്ദികളെയാണ് ഇസ്രായേലിന് കൈമാറുന്നുള്ളത്. പകരം ഇസ്രായേൽ 110 ഫലസ്തീനി തടവുകാരെയാണ് വിട്ടയക്കുന്നത്. ഈ മൂന്നാം ഘട്ടത്തിലെ പ്രത്യേകത എന്നുള്ളത് ഈ 110 ഫലസ്തീനി തടവുകാരും വലിയ രീതിയിലുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷകൾക്ക് വിധേയമായി ഇസ്രായേലി ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീനി തടവുകാരാണ്. ഭൂരിഭാഗം പേരും ഇസ്രായേലിനെതിരായ പോരാട്ട പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ ജയിലടക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഹമാസ് നടത്തുന്ന ഈ ഒരു മൂന്നാം ഘട്ട ബന്ദി കൈമാറ്റ പ്രക്രിയ എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇസ്രായേലിന് ഇന്ന് ഹമാസ് കൈമാറുന്നത് അവരുടെ തന്ത്രപ്രധാനിയായ ഒരു വനിതയെ അടക്കമാണ്. അങ്ങനെ അത്തരത്തിൽ വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെയുള്ള ബന്ദി കൈമാറ്റ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇന്നത്തെ ബന്ദി കൈമാറ്റം നടന്ന മേഖല എന്നുള്ളത് അത് യഹിയ സിൻവറിന്റെ തകർക്കപ്പെട്ട വീടിനു മുമ്പിലാണ് ഹമാസ് ഇത്തരത്തിലുള്ള ഒരു ബന്ദി കൈമാറ്റ പ്രക്രിയ നടത്തിയിരിക്കുന്നത്. ഇത് ഒരു സന്ദേശം നൽകുന്നുണ്ട്, കൃത്യമായിട്ടുള്ള സന്ദേശം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചിട്ടുള്ള ഹമാസിന്റെ ഏറ്റവും പ്രധാനിയായിരുന്ന യഹിയ സിൻവറിനെ ഹമാസ് നൽകുന്ന പ്രാധാന്യവും യഹിയ സിൻവർ എന്ന നാമം നിരന്തരമായി ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുവാൻ, പ്രത്യേകിച്ചും പോരാട്ട പ്രസ്ഥാനങ്ങൾക്ക് ഊർജം നൽകുവാനുള്ള ഒരു നാമമായി അത് മാറാൻ ഹമാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോഴും യഹിയ സിൻവറിന്റെ തകർക്കപ്പെട്ട വീടിന് മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു ബന്ദി കൈമാറ്റ പ്രക്രിയ നടത്തിയിരിക്കുന്നത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ 1.5 വർഷത്തെ ചെറുത്തുനിൽപ്പുകളിലെ ഏറ്റവും നിർണായക പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിലെ ഹമാസ് വ്യക്തമാക്കിയിട്ടുള്ള 33 ബന്ദികളുടെ കൈമാറ്റം കൈമാറുന്ന മുറക്ക് വലിയ രീതിയിലുള്ള ഫലസ്തീനികൾക്ക് ഇസ്രായേലി ജയിലുകളിൽ നിന്നുമുള്ള മോചനമാണ് സാധ്യമാകുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും വലിയ കുറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ശിക്ഷകൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഇസ്രായേലി ജയിലിൽ കഴിയുകയാണ്. ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ടവരിൽ പലരും അൽ ഖസാമിന്റെ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള പോരാട്ട പ്രസ്ഥാനങ്ങളുടെ വെസ്റ്റ് ബാങ്കിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ്. അവർ പലപ്പോഴും ഇസ്രായേലിനെതിരായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയതിന്റെ പേരിൽ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പരിക്കുകൾ ഏൽപ്പിച്ച ആളുകളെയാണ് ഇപ്പോൾ ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുള്ളതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു പ്രക്രിയ എന്നുള്ളത്. മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ ബന്ദി കൈമാറ്റ പ്രക്രിയ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ലോകത്ത് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നുള്ളത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ കാര്യമായിരുന്നു ബന്ദികളുടെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുക എന്നുള്ളത്. അതായത് ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികൾ ഇസ്രായേലിന്റെ എത്ര പ്രധാനപ്പെട്ട ആളുകളാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ബന്ദി കൈമാറ്റ പ്രക്രിയയിൽ നിന്നുള്ളത്. ഓരോ കൈമാറ്റങ്ങൾക്കിടയിലും 100 കണക്കിന് ഫലസ്തീനികൾക്കാണ് ഇസ്രായേലി ജയിലുകളിൽ നിന്നും മോചനം സാധ്യമാകുന്നത്. ഇവർ മിക്കവാറും ആളുകളും തന്നെ പലപ്പോഴും ഇസ്രായേലിനെതിരായ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും പുറത്തിറങ്ങി ഇവരെ മോചിപ്പിച്ച് വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി ത്രെട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ തീവ്ര വലതുപക്ഷം ലക്ഷ്യം വെക്കുന്നത് ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ദി കൈമാറ്റം പ്രക്രിയ തുടർന്നു കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് വരും കാലങ്ങളിലെ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായി വിലയിരുത്തപ്പെടാവുന്ന ഒന്നാണ് ഈ തൂഫാനുൽ അക്സയും അതിനുശേഷമുണ്ടായ ഗസ അധിനിവേശം. അതിനിടയിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ അതിക്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഈ ബന്ദി കൈമാറ്റ പ്രക്രിയ വലിയ ആഘോഷമാക്കി നടത്താൻ സാധ്യതയുണ്ടെന്ന് കണക്കിലാക്കിക്കൊണ്ട് വെസ്റ്റ് ബാങ്കിലെ ജനിനിലും അതുപോലെ തന്നെ തുൽക്രം അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള സൈനിക സന്നാഹമാണ് ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നത്. ഇസ്രായേൽ പറയുന്നുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള ആഘോഷങ്ങൾക്ക് മുതിർന്നാൽ തങ്ങൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാകുമെന്നുള്ള വലിയ ഭീഷണിയാണ്
വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മോചന ശ്രമങ്ങൾ, ആദ്യം മുതലുള്ള മോചനങ്ങൾക്കിടയിൽ വലിയ ആഘോഷങ്ങൾ വെസ്റ്റ് ബാങ്കിൽ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരം പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സൈനിക സന്നാഹം ഇസ്രായേൽ ഒരുക്കുന്നു. ഇസ്രായേലി മിലിറ്ററികൾ അവരുടെ സജീവമായി തമ്പടിക്കുന്നു. അവരുടെ ആയുധങ്ങളും വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ അതുവഴി വരുന്നു. പ്രത്യേകിച്ചും വ്യോമാക്രമണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടുമെന്നാണ് ഇസ്രായേലിന്റെ ഭീഷണി എന്നുള്ളത്. അതായത് ഈ മോചിപ്പിക്കപ്പെടുന്ന ഫലസ്തീനി പോരാളികൾ അല്ലെങ്കിൽ ഫലസ്തീനി തടവുകാർക്ക് വലിയ രീതിയിലുള്ള ആഘോഷ വരവേൽപ്പ് ഇവിടത്തെ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികൾ നൽകിയാൽ, അല്ലെങ്കിൽ അവിടുത്തെ ഫലസ്തീനികൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ തങ്ങൾ മുമ്പും പിമ്പും നോക്കാതെയുള്ള ആക്രമണങ്ങൾ നടത്തുമെന്നും വലിയ രീതിയിൽ ആക്രമണങ്ങൾ തുടരുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലം അവരുടെ ചരിത്രം വ്യക്തമാക്കുന്നുള്ളത് ഇസ്രായേലിന്റെ ഏത് ഭീഷണിയെയും അവർ വകവെക്കാതെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അത്തരം ആക്രമണോത്സക പ്രവർത്തനങ്ങളും നടത്തിയ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലി ഭീഷണികളെയും ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് സംഘങ്ങളും ഫലസ്തീൻ ജനതയും എത്തരത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്.